ഇറാന് നേർക്ക് വെല്ലുവിളിയുമായി ട്രംപ് ഒന്നുകിൽ സമാധാനം അല്ലെങ്കിൽ ഭീകരയുദ്ധം. ഹോർമുസ് കടലിടുക്കിലേക്ക് കൂറ്റൻ പടക്കപ്പൽ അയച്ച അമേരിക്ക. വൻ സൈനിക സന്നാഹവുമായി അമേരിക്കൻ പടക്കപ്പൽ USS ട്രിപ്പോളി പശ്ചിമേഷ്യയിലേക്ക് യാത്ര തിരിച്ചതു മുതൽ ഏറെ ആശങ്കയോടെയാണ് ലോകം ഇതിനെ ഉറ്റുനോക്കുന്നത്. വെറുമൊരു പടക്കപ്പൽ എന്നതിലുപരി ലൈറ്റ്നിംഗ് കാരിയർ എന്ന വിശേഷണമുള്ള ഈ കപ്പൽ ഇറാന്റെ പ്രതിരോധ കോട്ടകളെ നിഷ്പ്രഭമാക്കാൻ ശേഷിയുള്ള അമേരിക്കയുടെ ഏറ്റവും വലിയ തന്ത്രപ്രധാന ആയുധമാണ്. അത്യാധുനികമായ യുദ്ധക്കപ്പൽ USS ട്രിപ്പോളിയുടെ നേതൃത്വത്തിലുള്ള ആംഫിബിയസ് റെഡി ഗ്രൂപ്പിനെയും 2500 മറൈനുകൾ ഉൾപ്പെടെ 3500-ലധികം സേനാംഗങ്ങളുമായിട്ടാണ് അമേരിക്ക പശ്ചിമേഷ്യയിലേക്ക് കടന്നിരിക്കുന്നത്. അമേരിക്കൻ നാവികസേനയുടെ അമേരിക്ക ക്ലാസ് വിഭാഗത്തിൽപ്പെട്ട കപ്പൽ കൂടിയാണ് USS ട്രിപ്പോളി. പരമ്പരാഗത യുദ്ധക്കപ്പലുകൾ കാണാറുള്ള വെൽ ഡെക്ക്, അതായത് ചെറുകപ്പലുകളെ ഇറക്കാനുള്ള സൗകര്യം ഇതിൽ ഒഴിവാക്കി അതിന് പകരമായി വിമാനങ്ങൾ സൂക്ഷിക്കാനുള്ള ഹാങ്ങറുകൾക്കും ഇന്ധനത്തിനും അറ്റകുറ്റപ്പണികൾക്കുമുള്ള സ്ഥലം വർദ്ധിപ്പിച്ചു. ഇതിലൂടെ ഒരേ സമയം 20-ലധികം F-35B സ്റ്റെൽത്ത് വിമാനങ്ങളെ വഹിക്കാൻ ട്രിപ്പോളിക്ക് സാധിക്കുന്നു. ഈ പ്രത്യേക കോൺഫിഗറേഷൻ തന്നെയാണ് നാവികസേന ലൈറ്റ്നിംഗ് കാരിയർ എന്ന് ഇതിനെ വിശേഷിപ്പിക്കാൻ കാരണം. ഇതൊരു ചെറിയ വിമാനവാഹിനി കപ്പലിന് തുല്യമായ പ്രഹരശേഷി തന്നെ കൊടുക്കുന്നു. ട്രിപ്പോളിയുടെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് ഇതിൽ വിന്യസിച്ചിരിക്കുന്ന F-35B ലൈറ്റ്നിംഗ് 2 സ്റ്റെൽത്ത് വിമാനങ്ങൾ തന്നെയാണ്. സാധാരണ വിമാനവാഹിനി കപ്പലുകൾക്ക് വിമാനം ടേക്ക് ഓഫ് ചെയ്യാൻ നീളമേറിയ റൺവേകളും കാറ്റാപുൾട്ട് സംവിധാനങ്ങളുമാണ് വേണ്ടത്. പക്ഷേ ഈ വിമാനങ്ങൾക്ക് ഷോർട്ട് ടേക്ക് ഓഫ് ആൻഡ് വെർട്ടിക്കൽ ലാൻഡിംഗ് സാങ്കേതികവിദ്യ ഉള്ളതുകൊണ്ട് തന്നെ പ്രത്യേകമായി ലിഫ്റ്റ് ചെയ്യാൻ ഫാൻ സംവിധാനം അടക്കം ഉപയോഗിച്ചുകൊണ്ട് കപ്പലിന്റെ ചെറിയ ഡെക്കിൽ നിന്ന് തന്നെ ഇവയ്ക്ക് പറന്നുയരാനായി സാധിക്കും. ഏകദേശം 830 കോടി രൂപ വിലമതിക്കുന്ന ഈ അത്യാധുനിക വിമാനങ്ങൾ ഇപ്പോൾ ട്രിപ്പോളിയുടെ കരുത്തായി മാറുന്നു. ആദ്യ 24 മണിക്കൂറിൽ ഒരു കപ്പലിനും US ഉപരോധം മറികടക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് അമേരിക്കൻ സൈന്യം അവകാശപ്പെട്ടതിന് പിന്നാലെ തന്നെയാണ് USS ട്രിപ്പോളി ഈ മേഖലയിൽ എത്തിയിരിക്കുന്നത്. 6 ചരക്ക് കപ്പലുകളെ തിരികെ അയച്ചതായും അമേരിക്കൻ സൈന്യം തന്നെ പറയുന്നു. ആദ്യ 24 മണിക്കൂറിനുള്ളിൽ ഒരു കപ്പലിനും ഈ ഉപരോധം മറികടക്കാൻ കഴിയാത്തതുകൊണ്ട് വളരെ ശക്തമായ രീതിയിൽ തന്നെയാണ് അമേരിക്ക ഇനി തിരിച്ചടിക്കാനായി ശ്രമിക്കുന്നത്. അറേബ്യൻ ഉൾക്കടലിലെയും ഒമാൻ ഉൾക്കടലിലെയും ഇറാനിയൻ തുറമുഖങ്ങളിലും തീരദേശങ്ങളിലും പ്രവേശിക്കുന്നതോ പുറത്തു പോകുന്നതോ എല്ലാ രാജ്യങ്ങളുടെയും കപ്പലുകൾക്കെതിരെയും ഈ ഉപരോധം നടപ്പിലാക്കുമെന്നാണ് അമേരിക്ക പറയുന്നത്. ഹോർമുസ് കടലിടുക്ക് വഴി ഇറാനിയൻ അല്ലാത്ത തുറമുഖങ്ങളിലേക്കും പുറത്തേക്കും സഞ്ചരിക്കുന്ന കപ്പലുകളെ തടയില്ലെന്നും അമേരിക്കൻ സൈന്യം അറിയിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.